ഇന്റർഫെറോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതൊരു സൈറ്റോകൈൻ ബാരിയറുമാണ്. വൈറസ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ത് പേരിൽ അറിയപ്പെടും? ഇന്റർഫെറോൺസ് എന്ന പേരിൽ അറിയപ്പെടും. ഓരോ ആന്റിജനും സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് 3യിലെ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കേട്ടറ്റ് പഠനമെല്ലാം നല്ല രീതിയിൽ നടക്കുന്നെന്ന് വിചാരിക്കുന്നു. ഫിസിലൂടെ ഒരുപാട് കുട്ടികൾക്ക് കേട്ടറ്റ് വളരെ എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയം സുനിശ്ചിതമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിസിയുടെ ഭാഗമാകുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The ability of an organism to resist infections by the pathogen is called. The ability of an organism to resist against a pathogen. അതായത് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ എന്ത് പറയും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഡൗട്ടിന്റെയും ആവശ്യമില്ല. ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്തെന്നാ വിളിക്കുക? ഇമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് അവർ ബോഡി against a pathogen or an antigen is called what? ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതെ, ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇമ്മ്യൂണിറ്റിയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് മാത്രമാണ് ഏതെന്ന് പറയുന്നത് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഉറുമ്പ് കടിക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാസ്പിന്റെ കുത്തയൊക്കെയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ചൊറിഞ്ഞു തടിക്കും, അല്ലെ? നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തു നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പുറന്തള്ളാനായിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശ്രമിക്കും. അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുക? ഒരു ഇൻഫെക്ഷൻ ആയിട്ട് അത് പുറത്തു വരിക. ഇനി എന്താണ് അലർജി എന്ന് വെച്ചാലോ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസ് ആണ്, അല്ലെ? ഇപ്പൊ നമുക്കൊരു ഡസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര പൊടി നിറഞ്ഞ ഒരു സന്ദർഭത്തിലോട്ട് പോയി എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ടും അത് നമ്മൾ ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ സംബന്ധിച്ച് ആ ഡസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആന്റിജൻ ആണ്. അതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പുറന്തള്ളാനായിട്ട് തന്നെയായിരിക്കും നമ്മുടെ ബോഡിയുടെ ശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ ആ എക്സാജറേറ്റഡ് റെസ്പോൺസിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക, എന്തെന്ന് വിളിക്കുക? അലർജി എന്ന് വിളിക്കുക. ഒരു ഹൈ മോഡറേറ്റഡ് ലെവലിലുള്ള അലർജിയെ നമ്മൾ എന്ന് വിളിക്കും? ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കും. നമ്മളെല്ലാവരും ഒരു 20% ആളുകൾക്കും ഈ പൊടി എന്ന് പറയുന്നത് അലർജി തന്നെയാണ്, അല്ലെ? എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ തുമ്മി പുറത്തള്ളി. ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് 2-3 മണിക്കൂറുകളോളം തുമ്മിക്കൊണ്ടിരിക്കുന്നത്. അത് പുറത്തു പോയാലും അതിന്റെ ചെറിയൊരു അംശം നമ്മുടെ ബോഡിയിൽ അവശേഷിച്ചാൽ പോലും എന്ത് ചെയ്യും? നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പ്രതിരോധ സംവിധാനത്തെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? അത് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ബാക്കിയെല്ലാം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ സൈറ്റോകൈൻസ് വിച്ച് റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു വൈറസ് ഇൻഫെക്ഷൻ. Name the cytokines which released in response to virus infection. Option A interferons, option B monokines, option C lymphokines, option D interleukins. അതായത് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എന്ത് പാത്തോജൻസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യും, അല്ലെ? പല രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും നമ്മുടെ ബോഡി ഉണ്ടാക്കുക, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ബാക്ടീരിയ വന്നാൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അതിന്റെ റെസ്പോൺസ്. വൈറസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലായിരിക്കും നമ്മുടെ റെസ്പോൺസ്. പ്രോട്ടോസോവൻസിന് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറസ് ആണ് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോൾ മാത്രം? വൈറസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രം. അങ്ങനെ വൈറസിന്റെ ഇൻഫെക്ഷനാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ പറയുന്ന പേരെന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്റർഫെറോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയേഴ്സിനകത്ത് ഇതൊരു സൈറ്റോകൈൻ ബാരിയർ ആണ്. ഒരു സൈറ്റോകൈൻ ബാരിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്റർഫെറോൺസ് എന്ന് പറയാം. അപ്പൊ ഇന്റർഫെറോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതൊരു സൈറ്റോകൈൻ ബാരിയറുമാണ്. നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജനോ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏത് ഫോറിൻ പാർട്ടിക്കിൾസ് പ്രവേശിച്ചു കഴിഞ്ഞാലും അതിനെ പുറന്തള്ളാനായിട്ട് പല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ബോഡി എടുക്കും, അല്ലെ? അതിലൊന്നാണ് പനി എന്ന് പറയുന്നത്. ശരിക്കും പനി എന്ന് പറയുന്ന ഒരു അസുഖമാണോ? അല്ല. പകരം എന്താണ്? അതൊരു സിംറ്റം ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഏതോ ഒരു ഘടകം കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ആ റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പനി എന്ന് പറയുക, അല്ലെ? അതൊരു സൈറ്റോകൈൻ ബാരിയർ ആണ്. അതൊരു ബാരിയർ ആണ്. വന്ന ആന്റിജനെ നമ്മളൊന്ന് പ്രിവെന്റ് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ
വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ബോഡി ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്ന ആ കണ്ടീഷനെ ആ സിസ്റ്റത്തിനെ നമ്മൾ എന്ന് വിളിക്കും പനി എന്ന് വിളിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഒരു വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തിന്റെ പ്രൊഡക്ഷൻ കൂടും? ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ കൂടും. ആ പ്രോട്ടീനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്നവ ഓരോന്നും സൈറ്റോകൈൻസ് ആണ്. നമ്മൾ ഓരോ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള പ്രോട്ടീൻസിനാണ് ഈ മോണോകൈൻസ് എന്ന് വെച്ചാലും ലിംഫോകൈൻസ് എന്ന് വെച്ചാലും ഇന്റർലൂക്കിൻസ് എന്ന് വെച്ചാലും. അതായത് മോണോകൈൻസ് എന്ന് വെച്ചാൽ മോണോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസിനെയാണ് നമ്മൾ മോണോകൈൻസ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൈൻസിനെ നമ്മൾ എന്ന് വിളിക്കും ലിംഫോകൈൻസ് എന്ന് വിളിക്കും. ഇന്റർലൂക്കിൻസ് എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള മോണോകൈൻസിനെയാണ് ഒരു തരത്തിലുള്ള കൈൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഇന്റർലൂക്കിൻസ് എന്ന് വിളിക്കുക. ഇന്റർലൂക്കിൻസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തരത്തിലുള്ള ഇന്റർലൂക്കിൻസ് ഉണ്ട്. ഈ പല ഇന്റർലൂക്കിൻസിന്റെ പല കോമ്പിനേഷൻ വരുമ്പോഴാണ് ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഓർത്തിരുന്നുള്ള വൈറസ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ത് പേരിൽ അറിയപ്പെടും? ഇന്റർഫെറോൺസ് എന്ന പേരിൽ അറിയപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, name the first cell which recruited at the place of infection. Natural killer cells, basophil cells, neutrophil cells and macrophages. നമ്മുടെ ബോഡിയിലെ ഒരു ഇൻഫെക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ആദ്യമായി എത്തിച്ചേരുന്ന ഇൻഫെക്റ്റീവ് സെൽസ് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ സെൽസിനെ നമ്മൾ ന്യൂട്രോഫിൽ സെൽസ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ന്യൂട്രോഫിൽസ്. എന്താണ് ന്യൂട്രോഫിൽ സെൽസ് എന്ന് നമുക്കറിയാം അല്ലെ? എന്താണ് ന്യൂട്രോഫിൽ സെൽസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് WBC സെൽസ്. നമ്മുടെ ബോഡിയിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, പലതരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന WBC സെൽസിനെയാണ് നമ്മൾ അതെന്ന് വിളിക്കുക ന്യൂട്രോഫിൽ സെൽസ് എന്ന് വിളിക്കുക. ഈ ന്യൂട്രോഫിൽ സെൽസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? സോൾജിയേഴ്സ് ഓഫ് അവർ ബോഡി എന്ന് പറയും. എന്താ സോൾജിയേഴ്സ് എന്ന് വെച്ചാൽ? സോൾജിയേഴ്സ് ഓഫ് അവർ ബോഡി എന്ന് പറയും. എന്താ സോൾജിയേഴ്സ് എന്ന് വെച്ചാൽ? നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള സെൽസ്. അതിനെ നമ്മൾ സോൾജിയേഴ്സ് എന്ന് പറയാം. ആ സോൾജിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ആ ന്യൂട്രോഫിൽ സെൽസ് ആണ് ഒരു ഇൻഫെക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവിടെ എത്തിച്ചേരുന്ന സെല്ലുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവയെല്ലാം അത് നാച്ചുറൽ കില്ലർ സെൽസ് ആയാലും ബേസോഫിൽ സെൽസ് ആയാലും മാക്രോഫേജസ് ആയാലും എല്ലാം അവിടെ റിക്രൂട്ട് ചെയ്യപ്പെടും. വരുന്ന ഇൻഫെക്ഷന്റെ നേച്ചർ അനുസരിച്ചാണ് ഇപ്പോൾ ഇതിലേതാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ WBC സെൽസിന് ഒരു നോൺ സ്പെസിഫിക് സെൽസ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷൻ വന്നാലേ ഞാൻ ഓടി ചെല്ലുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഏത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ആദ്യം ആരെത്തിച്ചേരുവോടെ? WBC സെൽസുകൾ എത്തിച്ചേരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദ നെർവ് സ്റ്റിമുലേറ്റർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പെയിൻ ഓഫ് ദി ഇൻഫെക്ഷൻ. നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ നടക്കും. ആ ഇൻഫെക്ഷൻ വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻസിന് ഒരു പെയിൻ ഫീൽ ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു ഉറുമ്പ് അടിച്ചെന്ന് വിചാരിക്കുക, ഇല്ല ഒരു കടന്നൽ കുത്തിയെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? കടന്നൽ കുത്തിയ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. പിന്നീട് അത് വീർത്തു വരും. ആ ഭാഗത്ത് വേദനയും അനുഭവപ്പെടും. ആ വേദനയ്ക്ക് കാരണമായിട്ടുള്ള പെയിൻ നെർവ് സ്റ്റിമുലേറ്ററുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാഡികൈനിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഹിസ്റ്റമിൻ, കൈനിൻ. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, കൈനിൻസ്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിനും ബ്രാഡികൈനിനും എല്ലാം ഒരു തരത്തിലുള്ള കൈനിൻസ് ആണ്. ഇതിനകത്ത് ഏത് കൈനിൻ വേണമെങ്കിലും എന്തിന് കാരണമാകാം? പെയിന് കാരണമാകാം. പല രീതിയിലാണ് ഇതിന്റെ ഇപ്പൊ ലേബർ പെയിൻ ഇല്ലെങ്കിൽ ഇപ്പൊ പ്രോസ്റ്റാഗ്ലാൻഡിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി നമ്മൾ പറയാം MTP ആണ്. എന്ന് വെച്ചാൽ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇല്ലെങ്കിൽ അബോർഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ അബോർഷന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വേദനയ്ക്ക് കാരണമാകുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിനാണ് നമ്മൾ പറയാം. അതുപോലെ ബ്രാഡികൈനിൻ ആണെങ്കിലും ഇവയെല്ലാം വേദനയ്ക്ക് കാരണമാകും. അതിനകത്ത് ഏത് കൈനിൻ എന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് എന്ത് ആൻസറിലോട്ട് എത്തിയത്? കൈനിൻ എന്ന് പറയാം. അപ്പോൾ ഓർമ്മയിരുന്നോട്ടെ, ഇൻഫ്ലമേഷന്റെ സമയത്ത് ഇൻഫ്ലമേഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന വേദനയ്ക്ക് കാരണമാകുന്ന നെർവ് സ്റ്റിമുലേറ്റർ എന്ന് പറയുന്നത് ഏതാണ്? കൈനിൻസ് ആണ്. Which of the following antibody gives a primary response reaction? Immune response reaction. ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് എന്തൊരു ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രൈമറി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ 5 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണുള്ളത് അല്ലെ? 5 ക്ലാസ് ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉള്ളത്. IgA, IgD, IgE, IgG ആൻഡ് IgM. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. ഇതിനകത്ത് 4 തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തത് IgD മാത്രമാണ്. ഇങ്ങനെ 5 ക്ലാസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണുള്ളത്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, പ്ലാസെന്റ ക്രോസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും ഒറ്റ ആൻസറേ ഉള്ളൂ, IgG.
ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് അത് തന്നെയായിരിക്കുമല്ലോ പ്രൈമറി റെസ്പോൺസ് നൽകുന്നതും അല്ലെ. ആ പ്രൈമറി റെസ്പോൺസ് നൽകുന്നത് ഏത് തന്നെയാണ്? IgG തന്നെയാണ്. ഇനി IgM ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയിട്ടോ ഇല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിലെ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാനുള്ളതോ ഇല്ലെങ്കിൽ ഓൾറെഡി ഇൻഫെക്ഷൻ നടന്ന് അതിന്റെ സിംറ്റം ആയിട്ട് വരുമ്പോഴൊക്കെയാണ് IgM എന്ത് ഉണ്ടാവുന്നത്? IgMന്റെ പ്രസൻസ് ഉണ്ടാവുക. IgA എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി അബണ്ടന്റ് ഇൻ ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് ഒരു പ്രാവശ്യം അതൊക്കെ ഒരു പ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല, കുറേ പ്രാവശ്യങ്ങളിലുള്ള ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? IgA ആണ്. ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ. IgE ആണെങ്കിൽ എന്താണ്? അലർജിക് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഒരു അലർജി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഏതെന്ന് പറയുന്നത്? IG. ഇല്ലെങ്കിൽ അലർജിക് സമയത്ത് അല്ലെങ്കിൽ അലർജിയുടെ സമയത്ത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, ദാറ്റ് ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ IgE ആണ്. അപ്പോൾ ക്ലിയർ ആയാലും ഉത്തരം ഏതാണെന്ന്? ഒരു പ്രൈമറി റെസ്പോൺസ് നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്? IgG ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. Which of these is not a characteristic feature of adaptive immunity? Which of these is not a characteristic feature of adaptive immunity? Immunogenic memory, antigen non-specific, self or non-specific recognition, diversity. ഇതിനകത്ത് ഏതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് കാരണമാകുന്നത്? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തി ജനിച്ച് ആ വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ബോഡിയിൽ ഇൻബോൺ ആയിട്ട് കുറെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിനെ നമ്മൾ എന്ന് വിളിക്കും? ഇൻബ്യൂൺ ഇമ്മ്യൂണിറ്റി എന്നോ ഇല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നോ വിളിക്കും അല്ലെ. അതിനുശേഷം ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന്റെ സറൗണ്ടിങ്സുമായിട്ട് പരിചയപ്പെട്ട് പല രോഗങ്ങളോടൊക്കെ എൻകൗണ്ടർ ചെയ്ത് അവന്റെ ബോഡി പിന്നീട് അല്ലെങ്കിൽ വാക്സിനേഷൻ വഴിയൊക്കെ അവന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കും. അവന്റെ ലൈഫ് ടൈമിൽ അവൻ അച്ചീവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. ആ ഇമ്മ്യൂണിറ്റിനെ നമ്മൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ആ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണോജെനിക് മെമ്മറി. തീർച്ചയായിട്ടും ഒരു മെമ്മറി പവർ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും നമുക്ക് ചിക്കൻ പോക്സ് ഉണ്ടാവുക. ചിക്കൻ പോക്സ് എന്ന് പറയുന്ന രോഗം നമുക്ക് ഒരു ബോഡിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുക. എന്താ കാരണം? ഒരു പ്രാവശ്യം ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ആ ചിക്കൻ പോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ നിൽക്കും. അതിന്റെ കുറെ അധികം പ്ലാസ്മ സെൽസ് എന്തായിട്ട് നിൽക്കും? ഒരു മെമ്മറി സെൽസുകളായിട്ട് നിൽക്കും. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ ചിക്കൻ പോക്സിന്റെ അണുക്കൾ വരുമ്പോഴേ തന്നെ ആർക്ക് മെമ്മറി ഉണ്ടാവും? ആ മെമ്മറി സെൽസുകൾ കുറച്ച് ആക്റ്റീവ് ആകും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അണുക്കൾ ദേഹത്ത് സ്പ്രെഡ് ആകുന്നതിന് മുമ്പേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും? അതിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോജെനിക് മെമ്മറി എന്ന് പറയുന്നത്. അത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് ആന്റിജൻ നോ സ്പെസിഫിക്. ആന്റിജൻ നോ സ്പെസിഫിക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു റോങ് ഓപ്ഷൻ ആയിട്ട് വരാൻ സാധ്യത എന്നല്ല, ഇതിനകത്ത് റോങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആന്റിജൻ നോ സ്പെസിഫിക് ആണ്. സാധാരണഗതിയിൽ ഇത് ആന്റിജൻ സ്പെസിഫിക് ആണ്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ പോയി എന്തെടുക്കുക? ഒരു വാക്സിനേഷൻ എടുക്കുക. കൊറോണ വന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ HIV ടെസ്റ്റ് ചെയ്യുന്നതും HIV കഴിഞ്ഞിട്ടുള്ള വാക്സിനേഷൻ എടുക്കുന്നതും HIV എന്ന് പറയുന്ന രോഗങ്ങളാണ്. ചിക്കൻ പോക്സിനായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് ചിക്കൻ പോക്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റിജൻ സ്പെസിഫിക് തന്നെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല, ഒരു ആന്റിജനിക് സ്പെസിഫിക്കും അല്ല. ഏത് രോഗം വന്നാലും നമ്മുടെ ബോഡിയിലുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ എല്ലാ പാർട്ടുകളും എന്ത് ചെയ്യും? അതിന് അഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ല, ഒരു സ്പെസിഫിക് രോഗം വന്നത്. ഇപ്പൊ കൊറോണയെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കൊറോണ വാക്സിൻസ് എടുക്കുക അല്ലെ. അതുപോലെ ഓരോ ഇപ്പൊ മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ, മംസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മംസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ എടുക്കുക. പോളിയോ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിയോ വാക്സിൻസ് എടുക്കുന്നത്. ഓരോ ആന്റിജനും സ്പെസിഫിക് ആയിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, സെൽഫ് ആൻഡ് നോൺ സെൽഫ് റെക്കഗ്നേഷൻ. തീർച്ചയായിട്ടും ഈ സെല്ലുകൾക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ടാവണം? സെൽഫ് ഓർ നോൺ സെൽഫ്. ഇപ്പൊ നമ്മൾ കൊറോണ വാക്സിനേഷൻ അല്ലെങ്കിൽ കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ എടുത്തെന്ന് വിചാരിച്ചു. നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള വൈറസ് ഓൾറെഡി ഇപ്പൊ ഉണ്ടാവുമായിരിക്കും എന്ന് കരുതി ആ എടുക്കുന്ന വാക്സിനേഷൻ കൊറോണ വൈറസിനെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുക. ബാക്കിയുള്ള വാക്സിനേഷനോ അല്ലെങ്കിൽ മറ്റുള്ള വൈറസസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടേതായിട്ടുള്ള സെൽസിനെയോ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമോ? ഇല്ല, അങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ആ വരുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ഡെവലപ്പ് ചെയ്യുന്ന അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ടുള്ളതിനെയും അല്ലാത്തതിനെയും റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അടുത്തത് ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതും എന്തിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്? ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ തന്നെ
ഒരു പ്രോപ്പർട്ടിയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാരിയേഴ്സ് ഡസ് നോട്ട് കംസ് അണ്ടർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാരിയേഴ്സ് വിച്ച് ഡസ് നോട്ട് കംസ് അണ്ടർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരാത്ത, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇൻബോൺ ഇമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പറഞ്ഞാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന സമയം മുതലേ ആ കുഞ്ഞിന്റെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി, അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, കോംപ്ലക്സ് ബാരിയർ, സെല്ലുലാർ ബാരിയർ. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലാത്തത്. ദാറ്റ് ഈസ് കോംപ്ലക്സ് ബാരിയർ. ഇനി എന്താണ് ഫിസിക്കൽ ബാരിയർ എന്ന് വെച്ചാൽ? സ്കിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്, അല്ലെ? ഏറ്റവും നല്ല ഡിഫൻസ് മെക്കാനിസവുമാണ് ഏതെന്ന് പറയുന്നത്? സ്കിൻ എന്ന് ഫിസിക്കൽ ബാരിയർ ആണ് സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻ, ഇവയെല്ലാം ഫിസിക്കൽ ബാരിയറിനകത്ത് വരുന്നതാണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സലൈവ, കണ്ണുനീര്, അതുപോലെ മ്യൂക്കസ്, ഇവയെല്ലാം എന്തിൽ വരും? ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ്. ഇതെല്ലാം ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ ആണ്. അടുത്തത് കോംപ്ലക്സ് ബാരിയർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. കോംപ്ലക്സ് ബാരിയർ എന്ന് പറയുന്ന ഒരു ബാരിയർ നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതാണ് അതിന്റെ ആൻസർ. ദെൻ സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, കുറേയധികം സെൽസ്, ഇപ്പൊ WBC സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്, മാക്രോഫേജ് സെൽസ്, ഈ PMNOL, ഇങ്ങനെ വരുന്ന സെല്ലുകളെല്ലാം ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന സെല്ലുകളാണ്, അല്ലെ? നമ്പറുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുക മാത്രമാണ് എന്ത് ചെയ്യുക? അവന് പിന്നീട് ജനിച്ചില്ലെങ്കിൽ അവന്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് ആ വരുന്ന സെല്ലുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുക മാത്രമേ. പക്ഷേ WBC സെൽസ് ആയാലും നാച്ചുറൽ കില്ലർ സെൽസ് ആയാലും മാക്രോഫേജസ് ആയാലും മാസ്റ്റ് സെല്ലുകളായാലും എല്ലാം എങ്ങനെ തന്നെയാണ്? അവന്റെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഫലമായിട്ട് അവന്റെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സെൽസുകളാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ബാരിയർ. കോംപ്ലക്സ് ബാരിയർ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമല്ല? ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, ഇൻബോൺ ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ്. എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അനാട്ടോണമിക് ബാരിയർ? സ്കിൻ, ഓയിൽ ആൻഡ് സ്വെറ്റ്, നോസ്ട്രൽസ്, ഹെയർസ്, മ്യൂക്കസ് ആൻഡ് സീലിയ. അനാട്ടോണമിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പേരിനകത്ത് തന്നെയുണ്ട് ഒരു ഇൻസൈഡ് ആണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്റീരിയർ പോർഷനിൽ വരുന്നതാണ്. അതിനകത്ത് വരാത്ത ഒരാളെന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? സ്കിൻ മാത്രമാണ് അനാട്ടോണമിക്കൽ ബാരിയേഴ്സിൽ വരാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് PMNL? ഇതൊരു സൈറ്റോകൈൻ ബാരിയർ ആണ്. PMNL എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സൈറ്റോകൈൻ ബാരിയർ. നമ്മൾ പറഞ്ഞ 4 ബാരിയേഴ്സിനകത്ത് ഒരു സൈറ്റോകൈൻ ബാരിയർ ആണ് ഏതെന്ന് പറയുന്നത്? PMNL എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? PMNL എന്ന് പറയുന്നത്. കേട്ടറ്റിന്റെ പുതിയൊരു ബാച്ച് CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചേരുക. കേട്ടറ്റ് നാച്ചുറൽ സയൻസിന് വേണ്ടി മാത്രമല്ല ഉള്ളത്. കേട്ടറ്റ് 4, കേട്ടറ്റ് 4 ഹിന്ദി, കേട്ടറ്റ് 4 അറബിക്, കേട്ടറ്റ് 4 സ്വിംഗ്, അതുപോലെ തന്നെ കേട്ടറ്റ് 3യുടെ ഇത്രയും കോഴ്സുകളാണ് ഇവിടെയുള്ളത്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സൈക്കോളജി, ഹിന്ദി, അറബിക്. അതുപോലെ കേട്ടറ്റ് 1 ഉണ്ട്, കേട്ടറ്റ് 2 ഉണ്ട്, CTET. ഇങ്ങനെ ഇത്രയും കോഴ്സുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. ഞങ്ങളുടെ കോഴ്സുകളുടെ പ്രത്യേകതകളെല്ലാം നിങ്ങൾക്കറിയാം. റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങളിലോട്ട് എത്തും. അത് മാത്രമല്ല ഓരോ വീഡിയോയുടെ താഴെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ആഴ്ചകളിലും നടക്കുന്ന റിവിഷൻ ടെസ്റ്റുകൾ, ആ റിവിഷൻ ടെസ്റ്റിന് ശേഷം പബ്ലിഷ് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റുകൾ, ഇവയെല്ലാം CCയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതുപോലെ ചിട്ടയായ ഒരു പഠനത്തിലൂടെ തന്നെയാണ് CC ഇത്രയും നല്ല മിന്നുന്ന ഒരു വിജയം കരസ്ഥമാക്കിയത്. ലാസ്റ്റ് ഇയർ നടന്ന, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം നടന്ന കേട്ടറ്റ് എക്സാമിന് ഒരുപാട് കുട്ടികളാണ് CCയിൽ നിന്നും കേട്ടറ്റ് വിജയവുമായി പുറത്തോട്ട് പോയത്. അവരിൽ ഒരാളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. CC is the best option for you. കേട്ടിട്ട് നേടാനായിട്ട് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.